ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നോവേൻ്റെ റിയറിലെ കൂളിംഗ് ഓയിൽ ലീക്ക് ആയിട്ടുണ്ട്. എസിൻ്റെ കൂളിംഗ് ഓയിൽ ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ കൂളിംഗ് ഓയിൽ മാറ്റണം. അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റിയറിലെ ഈ സീറ്റ് ഉണ്ടല്ലോ, ഈ സീറ്റ് അവിടെ നിന്ന് അഴിച്ച് മാറ്റണം. അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ അവിടെ ഇവിടെയുള്ളൂ. അപ്പോൾ അവിടെ ഒരു 14 ബോൾട്ട് ഉണ്ടായിരിക്കും, 2 14 ബോൾട്ടിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് അഴിച്ച് മാറ്റണം. അത് അഴിക്കാന്നുണ്ടെങ്കിൽ അവിടെ ഒരു മുകളിലൊരു കപ്പ് ഉണ്ടായിരിക്കും കേട്ടോ. ആ കപ്പ് ആദ്യം അഴിച്ച് വെച്ചിട്ടുണ്ട്. ആ കപ്പിന് അവിടെ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും. ആ സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ ആ 2 കപ്പ് നമുക്ക് അവിടെ നിന്ന് അഴിച്ച് മാറ്റാം. അതിനുശേഷം ഈ 14 ബോൾട്ടുകൾ 2 അഴിച്ചെടുക്കണം. അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് അവിടെ നിന്ന് മാറ്റി വയ്ക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഒരു ബോൾട്ട് അഴിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ ബോൾട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഇനി ലോക്കിൽ നിന്ന് ഊരിയിട്ട് സീറ്റ് നേരെ അപ്പുറത്തേക്ക് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത അഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ സീറ്റ് ബെൽറ്റ് ഉണ്ടല്ലോ, ഈ സീറ്റ് ബെൽറ്റ് ഇവിടെ അഴിച്ച് മാറ്റാം. ഇത് ബാക്കിലും ഉണ്ടായിരിക്കും സീറ്റ് ബെൽറ്റ്, നേരെ ഫ്രണ്ടിലും ഉണ്ടായിരിക്കും ഒരു സീറ്റ് ബെൽറ്റ്. അപ്പോൾ അത് 2 അഴിക്കണം. അത് 2 വേണം. നമുക്ക് ഈ പാഡ് അഴിക്കണം. ഈ സൈഡിലെ പാഡ് ഉണ്ടല്ലോ, ആ പാഡിനകത്താണ് നമ്മളെ കൂളിംഗ് ഓയിലിൻ്റെ അസംബ്ലിയും കാര്യങ്ങളൊക്കെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ആ പാഡ് അഴിക്കണം. അപ്പോൾ ഇപ്പുറത്തെ സീറ്റ് ബെൽറ്റ് നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ബീഡിങ് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കണം. ആ പാഡിൻ്റെ ഭാഗത്തിലെ ബീഡിങ് ഒന്ന് മാറ്റി വയ്ക്കണം. അതേപോലെ അപ്പുറത്തുണ്ടായിരിക്കും, അതും ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ആ ബീഡിങ് മാറ്റിയതിന് ശേഷം ആ പാഡ് ഉണ്ടല്ലോ, ആ വലിയ പാഡ് അത് പുറത്തേക്ക് എടുക്കണം കേട്ടോ. ഇതേപോലെ വലിച്ചെടുത്താൽ മതി, ക്ലിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാവും. അതേപോലെ വലിച്ചെടുക്കുക. അപ്പോൾ പാഡ് നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പാഡ് ഇതേപോലെ വലിച്ചെടുത്താൽ മതി കേട്ടോ. ഒക്കെ ഒരു സൈഡിൽ പോകുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലും കൂടി പോന്നു കഴിഞ്ഞാൽ നമുക്ക് പാഡ് മാറ്റിയേക്കാം കേട്ടോ. അപ്പോൾ പാഡ് ഫുള്ളായിട്ട് പോകുന്നുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതാണ് കൂളിംഗ് ഓയിലിൻ്റെ അസംബ്ലി കേട്ടോ. ഇതിനകത്താണ് കൂളിംഗ് ഓയിൽ. ബ്ലോവർ മോട്ടർ ഉണ്ടായിരിക്കും, ഇവിടെ ബാക്കിലേക്കുള്ള ബ്ലോവർ മോട്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്താണ് കൂളിംഗ് ഓയിൽ വരുന്നത്. അപ്പോൾ ഇനി അത് അഴിക്കാന്നുണ്ടെങ്കിൽ ഇത് അതിനൊരു കുറച്ച് കപ്ലറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതതിൻ്റെ റെസിസ്റ്റർ, ഫാൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള സാധനമാണ് കേട്ടോ. ആ റെസിസ്റ്ററിൻ്റെ കപ്ലർ അഴിക്കുക. ആ വയറിങ്ങിട്ട് അവിടെ നിന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം അവിടെ റിലേ ഉണ്ടായിരിക്കും, ആ റിലേ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുക. പിന്നെ ബ്ലോവറിൻ്റെ കപ്ലർ ഉണ്ടായിരിക്കും, ആ കപ്ലർ അഴിച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഈ ബ്ലോവറിൻ്റെ അസംബ്ലി ഒരു 3 10 ബോൾട്ടിലായിട്ടാണ് നിൽക്കുന്നത്. ഇതാ അവിടെ ഒരു ബോൾട്ട് ഉണ്ടായിരിക്കും, നേരെ ഇപ്പുറത്തൊരു ബോൾട്ട് ഉണ്ടായിരിക്കും, പിന്നെ അടിയിലൊരു ബോൾട്ട് ഉണ്ടായിരിക്കും. അടുത്ത നമുക്ക് അഴിക്കേണ്ടത് ഈ കൂളിംഗ് ഓയിലേക്ക് വരുന്ന പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പ് അഴിക്കണം. അത് ഇതിൻ്റെ അടിയിലാണ് കേട്ടോ, നമ്മളെ വണ്ടീൻ്റെ അടിയിലാണ് വരുന്നത്. പുറത്ത് പോയിട്ട് അത് നോക്കണം. ബമ്പറിൻ്റെ ഒക്കെ അടിയിലായിട്ട് വരുന്നത് എന്താ ഈ സൈഡിലാണ് ആ പൈപ്പ് വരുന്നത്. അപ്പോൾ 2 പൈപ്പ് ഉണ്ടായിരിക്കും, ഹൈ പ്രഷർ ഉണ്ടായിരിക്കും, ലോ പ്രഷർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ പൈപ്പിന് 2 10 ബോൾട്ട് വെച്ചിട്ടാവും ടൈറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ആ 10 ബോൾട്ട് അഴിച്ചെടുക്കണം അടുത്ത്. അപ്പോൾ ആ 10 ബോൾട്ട് നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നോവേൻ്റെ ഫ്രണ്ടിലെ കൂളിംഗ് ഓയിൽ മാറുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ലീക്കായിട്ട് അത് മാറുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഡാഷ്ബോർഡ് അഴിക്കാതെ നമ്മൾ അതിൻ്റെ കൂളിംഗ് ഓയിൽ മാറാൻ പറ്റും കേട്ടോ. അതെൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണുക. നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണുക. അപ്പോൾ പൈപ്പിൻ്റെ ബോൾട്ട് നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നോവേൻ്റെ ഉണ്ട്, ഫോർച്യൂണറിൻ്റെ ഉണ്ട് ഫ്രണ്ടിലെ കൂളിംഗ് ഓയിൽ മാറുന്ന വീഡിയോ കേട്ടോ. 2ൻ്റെ ഉണ്ട്, ഫോർച്യൂണറിൻ്റെ ഉണ്ട്, ഇന്നോവിൻ്റെ ഉണ്ട്. അപ്പോൾ 10 ബോൾട്ട് നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 പൈപ്പ് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പൊടിയും കാര്യങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് ഇനി അഴിക്കാൽ നേരെ അപ്പുറത്തെ സൈഡിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാഡ് ഉണ്ടായിരിക്കും. അത് കൂളിംഗ് ഓയിൽ നിന്നുള്ള വെള്ളം പോകാനുള്ള പൈപ്പും കാര്യങ്ങളും വെച്ചിട്ട് പാഡ് ഉണ്ടായിരിക്കും. അത് അഴിക്കണം. അത് അഴിക്കണമെന്നുണ്ടെങ്കിൽ ബമ്പർ ജസ്റ്റ് ഒന്ന് ഈ ഭാഗം നിന്ന് അഴിച്ചിട്ട് ഒന്നിങ്ങനെ ഇതേപോലെ എന്താക്കി കൊടുക്കണം കേട്ടോ. അതവിടെ ഒരു പാഡ് ഉണ്ടായിരിക്കും. ആ പാഡ് അഴിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ഈ 10ൻ്റെ 2 ബോൾട്ട് അയക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഡ്രെയിനേജ് സിസ്റ്റം. അതായത് ഉള്ളിലെ കൂളിംഗ് ഓയിലിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ഈ പൈപ്പ് കണക്ട് ചെയ്യുന്നത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോഡിയിലാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോഡി അഴിച്ച് മാറ്റണം. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കഴിക്കേണ്ടത് ഈ സീറ്റ് ബെൽറ്റിൻ്റെ മുകളിലത്തെ ഭാഗം കൂടി അഴിക്കണം കേട്ടോ. ആ മുകളിലത്തെ പാഡും കൂടി അഴിക്കണം. ആ പാഡ് അഴിക്കാൻ വേണ്ടിയിട്ട് ആ സീറ്റ് ബെൽറ്റും കൂടി അഴിച്ച് മാറ്റണം. അപ്പോൾ ആ സീറ്റ് ബെൽറ്റ് അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാഡ് വലിച്ചെടുക്കാം. ഓക്കെ, ആ പാഡ് വലിച്ചെടുത്തിട്ടുണ്ട്. ആ മുകളിലെ എസിൻ്റെ കാറ്റ് പോകുന്നുണ്ടല്ലോ, ആ കാറ്റ് പോകുന്ന ഒരു പൈപ്പാണ് ഈ പോണത്. അപ്പോൾ ആ പൈപ്പ്
ഒന്ന് അഴിച്ച് മാറ്റണം. വാബേട്ട് പുറത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അസംബ്ലി പുറത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൈപ്പും കൂടി ഒന്ന് അഴിച്ച് മാറ്റേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുകളിലത്തെ പാഡ് അഴിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത് നമ്മൾ ഈ അസംബ്ലീൻ്റെ 3 10-ൻ്റെ ബോൾട്ടുകളും അഴിക്കണം. അഴിച്ചിട്ട് വേണം പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ബോൾട്ടുകൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടാമത്തെ ബോൾട്ടും ഏകദേശം അഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ബോൾട്ടും കൂടി ഉള്ളൂ. ലാസ്റ്റത്തെ ബോൾട്ടാണ് നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബോട്ടെല്ലാം അഴിച്ചിട്ടുണ്ട്. ഈ അസംബ്ലി ജസ്റ്റ് ഏതെങ്കിലും ഭാഗത്തേക്ക് ചെറുതായിട്ട് ചെരിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പോലത്തെ പൈപ്പ് അവിടുന്ന് അഴിച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ പൈപ്പ് പോന്നിട്ടുണ്ട്. ഇനി നേരെ ഈ അസംബ്ലി നേരെ മുകളിലേക്ക് പൊക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ റിയറിലെ കൂളിംഗ് ഓയിലിൻ്റെ അസംബ്ലി. കൂളിംഗ് ഓയിലും വരുന്നുണ്ട്, അതിനകത്ത് ബ്ലോവറിൻ്റെ മോട്ടറും വരുന്നുണ്ട്. ഇനി നമുക്കിത് അഴിച്ചെടുക്കണം. 2 പീസായിട്ട് അഴിച്ചെടുക്കാം. അതിനകത്താണ് കൂളിംഗ് ഓയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അത് അഴിക്കണം എന്നുണ്ടെങ്കിൽ ചുറ്റും സ്ക്രൂവും 2 ക്ലിപ്പും ഉണ്ടായിരിക്കും. അപ്പോൾ സ്ക്രൂവും കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കണം. ഇവിടെയാണ് നമ്മളെ കൂളിംഗ് ഓയിൽ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ സ്ക്രൂവും കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഓരോ സ്ക്രൂ ആയിട്ട് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും കുറേ സ്ക്രൂകളുണ്ട് കേട്ടോ. ആ സ്ക്രൂ ഫുള്ളായിട്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും പീസായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. ഇനി നേരെ മുകളിലേക്ക് പൊക്കി കൊടുത്താൽ കേട്ടോ. അതേപോലെ പൊക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് കൂളിംഗ് ഓയിൽ. ഈ കാണുന്നതാണ് കൂളിംഗ് ഓയിൽ കേട്ടോ. ഇതിനകത്ത് AC ഫിൽറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അഴുക്ക് കയറി പിടിച്ചിട്ടുണ്ട്. ബാക്കിൽ AC ഫിൽറ്റർ ഇല്ല, അതുകൊണ്ട് തന്നെ ഇത് അഴുക്കാണ്ട് ഈ കാണുന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കൂളിംഗ് ഓയിൽ മാറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വലിയ പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പ് മാറ്റുന്നുണ്ട്. ആ പൈപ്പിന് ലീക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അത് ലീക്കാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഫുള്ളായിട്ട് പുതിയത് വയ്ക്കണം. അതോടൊപ്പം തന്നെ ഈ ബ്ലോവറിൻ്റെ മോട്ടർ ക്ലീൻ ചെയ്യണം. ബ്ലോവറിൻ്റെ മോട്ടറിൽ നല്ലപോലെ അഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓരോന്നായിട്ട് ബ്രഷോ കാര്യങ്ങളോ എന്തെങ്കിലും വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. നല്ലപോലെ പൊടിയുണ്ട് കേട്ടോ ഇതിനകത്ത്. ഉണ്ടോ പൊടി കാണുന്നുണ്ടോ? അപ്പോൾ ഇതാണ് പുതിയ കൂളിംഗ് ഓയിൽ. ഇതിൻ്റെ പൈപ്പ് ഇതാ കൂളിംഗ് ഓയിൽ. ഈ കാണാണ് കൂളിംഗ് ഓയിൽ പുതിയത്. ഈ പൈപ്പും കൂളിംഗ് ഓയിലും വെച്ച് തിരിച്ച് അതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൂളിംഗ് ഓയിലിൻ്റെ റേറ്റ് വരുന്നത് 3555 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ കൂളിംഗ് ഓയിലിൻ്റെ റേറ്റ് വരുന്നത്. ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ ഉണ്ട്, വീണ്ടും കാണാം.